കൈവന്ന പുണ്യമായി നോവുകൾ നെഞ്ചോടു ചേർക്കും, പൂപോലെ പൊന്നുപോലെ ജീവനോടു ചേർത്തണയ്ക്കും. കൈവന്ന പുണ്യമായി നോവുകൾ നെഞ്ചോടു ചേർക്കും, പൂപോലെ പൊന്നുപോലെ ജീവനോടു ചേർത്തണയ്ക്കും. പകലിൻ്റെ കനലേറ്റു വാടാതെ വീഴാതെ തണലായി നിൽക്കും ഞാൻ. ഇരുളിൻ്റെ തിരിമാറിലൊരു കുഞ്ഞു തിരുനാളമൊത്തായി മാറും ഞാൻ. അമ്മ കിളിക്കൂടിതിൽ നന്മ കിളിക്കൂടിതിൽ. ആദര സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. മുഴുവൻ ആളുകളും ഹാളിലേക്ക് കയറിയിരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ അവരുടെ അധ്യക്ഷതയിൽ പ്രശസ്ത കഥാകൃത്ത് ശ്രീ T പത്മനാഭൻ അവർ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹത്തോടെ ആദര സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കുളിരുള്ള രാത്രിയിൽ നീരാളമായി ചൂടേകി നിൽക്കും, തേടുന്ന തേൻകിനാവിനിന്ദ്രനീലപ്പീലി നൽകും. ആരെന്നും എന്തെന്നും അറിയാതെ അറിയാതെ താനേയുറങ്ങുമ്പോൾ പുലർക്കാല സൂര്യന്റെ പൊൻപീലി കൊണ്ടൊന്ന് തഴുകിയുണർത്തും ഞാൻ. അമ്മ കിളിക്കൂടിതിൽ നന്മ കിളിക്കൂടിതിൽ. ആരേരാരോ പാടും സ്നേഹമാ, ആയിരം രാവുകൾ കൂട്ടായി നിൽക്കാം ഞാൻ. അമ്മ കിളിക്കൂടിതിൽ നന്മ കിളിക്കൂടിതിൽ. ചെമ്പകപ്പൂമൊട്ടിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദന കിളിയടക്കം ചൊല്ലി. ചെമ്പകപ്പൂമൊട്ടിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദന കിളിയടക്കം ചൊല്ലി. പുതുമഞ്ഞു തുള്ളിയിൽ വാർമഴവിൽ ഉണർന്നേ, ഇന്നു കരളിൽ അഴകിന്റെ മധുരമൊഴുകിയ മോഹാലസ്യം, ഒരു സ്നേഹാലസ്യം. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദന കിളിയടക്കം ചൊല്ലി.
കുളിക്കുമ്പോൾ പുൽകും നല്ലിളം കാറ്റ് എനിക്കു തരുമോ നീ കിലുങ്ങും കനകമഞ്ചീരം തുടിച്ചു കുളിക്കുമ്പോൾ പുൽകും നല്ലിളം കാറ്റ് എനിക്കു തരുമോ നീ കിലുങ്ങും കനകമഞ്ചീരം കോടിക്കസവുടുത്താടി ഉലയുന്ന കളിനിലാവേ നീ പവിഴ വളയിട്ടു നാണം കുണുങ്ങും ഒരു പെൺകിടാവല്ലേ നിനക്കുമുണ്ടോ എന്നെ പോലെ വൈദ്യസഭയിൽ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആയുർവേദ ആചാര്യ വൈദ്യർ ഡോക്ടർ ഐ ഭവദാസ് നമ്പൂതിരിയുടെ ശതാഭിഷേകവും ആദര സമ്മേളനത്തിലേക്കും മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മതസൗഹാർദ്ദത്തിന്റെയും മനുഷ്യനന്മയുടെയും നറുമലരുകൾ പൊച്ചു സ്വന്തം നിർത്തുന്ന സാംസ്കാരിക ഭൂമിയായ മയ്യിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. കല്ലുമാലയുമായി അണയും തിങ്കൾ തട്ടാരെ പണിഞ്ഞതാർക്കാണ് മാനത്തെ തങ്കമണി താലി കല്ലുമാലയുമായി അണയും തിങ്കൾ തട്ടാരെ പണിഞ്ഞതാർക്കാണ് മാനത്തെ തങ്കമണി താലി കണ്ണാടം പൊത്തി പൊത്തി കിന്നാരം തേടിപ്പോകും മോഹപ്പൊന്മാനെ കല്യാണച്ചക്കൻ വന്ന് പൊന്നാരം ചൊല്ലുമ്പോൾ നീ എന്തു ചെയ്യും നിനക്കുമുണ്ടോ എന്നെ പോലെ പറയുവാനരുതാത്ത പ്രിയ രഹസ്യം ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു കനവിലെ ഇളം കൊമ്പിൽ ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽക്കൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ പണവും മമതയും ഒരുക്കിയിരിക്കുന്ന പൂ. വൈദ്യസഭയിൽ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആയുർവേദ ആചാര്യ ഇതുവഴി വൈദ്യർ ഡോക്ടർ ഐ ഭവദാസ് നമ്പൂതിരിയുടെ ശതാഭിഷേകവും ആദര സമ്മേളനത്തിലേക്കും മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു കനവിലെ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ കെ സുബ്രഹ്മണ്യൻ അവരുടെ അധ്യക്ഷതയിൽ പ്രശസ്ത കഥാകൃത്ത് ശ്രീ ടി പി പത്മനാഭൻ അവർ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. സ്നേഹത്തോടെ മുഴുവൻ ആളുകളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി നിന്റെ മുത്തുവളക്കിലുക്കം കൊഞ്ചുന്ന താളത്തിൽ ശൃംഗാരമോതുവാൻ എനിക്ക് മോഹം മോഹങ്ങൾ നൂറു മോഹങ്ങൾ മോഹങ്ങൾ നൂറു മോഹങ്ങൾ ചിത്രവർണ്ണമണിയുന്നു മനസ്സിനുള്ളിൽ എന്റെ മനസ്സിനുള്ളിൽ ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി
കഴുത്തിൽ തങ്കം തെളുതെളുത്തിളങ്ങുന്ന താലി ചാർത്ത മനംപിരി ശങ്കിനൊത്തൊരിളം കഴുത്തിൽ തങ്കം തെളുതെളുത്തിളങ്ങുന്ന താലി ചാർത്ത അറപ്പുരവാതിൽ പടി തുറക്കാം നീളമുറത്തമ്പുരാനായി ഞാൻ വരിക്കാം അറപ്പുരവാതിൽ പടി കടക്കാം നിന്റെ ഇളമുറത്തമ്പുരാനായി വരാം ഞാൻ ആതിരാപ്പീലി മിന്നുമാലവട്ടം കളിത്തോഴിമാർ നമുക്കായി വീശി നിൽക്കും ആതിരാപ്പീലി മിന്നുമാലവട്ടം കളിത്തോഴിമാർ നമുക്കായി വീശി നിൽക്കും ഹലോ പഞ്ചവാദ്യം അമ്പാരി പൊന്നാന അരമന മണിമേട നീളെ അലങ്കാരം ചുറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവ് പ്രിയരെ, വൈദ്യസഭയിൽ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആയുർവേദ ആചാര്യൻ ഇടൂഴി വൈദ്യർ ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരി അവരുടെ ശതാഭിഷേകവും ആദര സമ്മേളന പരിപാടികൾ വേദിയിൽ ആരംഭിക്കുകയാണ്. മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും നമസ്കാരം. നമ്മുടെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ആദ്യമായി പ്രാർത്ഥന. കുമാരി മൃദുക. നവോത്ഥാനത്തിന്റെ ദീപശിഖയേന്തി കാലത്തിനു മുൻപേ നടന്ന ഇടൂഴി വൈദ്യകുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ഭിഷഗ്വരൻ, വൈദ്യസഭയിൽ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആയുർവേദാചാര്യൻ ഇടൂഴി വൈദ്യർ ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിയുടെ ശതാഭിഷേക പരിപാടിയിലേക്ക്, മയിൽ പൗരാവലിയുടെ ആദര സമർപ്പണ പരിപാടിയിലേക്ക്, വൈദ്യ പൂർണിമയിലേക്ക് എല്ലാ സഹൃദയർക്കും സ്നേഹസ്വാഗതം. പ്രാർത്ഥന. മൃദുല സതീഷ്. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാ. ഹൃദയരാഗതന്ത്രിമീട്ടി നമ്മൾ പാടുമേ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമേ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാ. വൈദ്യപൂർണിമ ശതാഭിഷേകവും ആദര സമ്മേളനവും. ആദര സമ്മേളനത്തിൽ സ്വാഗത ഭാഷണത്തിനായി സംഘാടക സമിതി ജനറൽ കൺവീനറും കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുമായ ശ്രീ പി കെ വിജയൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, സാംസ്കാരിക കേരളത്തിൻ്റെ ദീപസ്തംഭമായിരുന്ന, സ്നേഹം കൊണ്ടും സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടും സാഹിത്യ രംഗത്തെ നിഷ്ഠുരമായ പ്രവർത്തനങ്ങൾ കൊണ്ടും ഒരു 3/4 നൂറ്റാണ്ട് നമ്മുടെ കൂടെ നിറഞ്ഞു നിന്നിരുന്ന MK സാനു മാഷ് ഇന്നലെ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. സാനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും, താഴ്വാരമാണ് അതിൻ്റെ അർത്ഥമെങ്കിലും, ശിഖരത്തിലേക്ക്, കൊടുമുടിയിലേക്ക് നമ്മുടെ സംസ്കാരത്തെയും ജനങ്ങളുടെ ബോധത്തെയും പിടിച്ചുയർത്താൻ അദ്ദേഹം ശ്രമിച്ചത് ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ഭാഗമാണ്. കണ്ണൂരിലെ ജനകീയ ഡോക്ടറായ ഡോക്ടർ AK രൈരുഗോപാൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് നമ്മെ വേർവിട്ടു പോയിരിക്കുകയാണ്. ഈ 2 പേരുടെയും ദേഹവിയോഗത്തിൽ നമ്മൾ ആദരപൂർവം നമ്മുടെ അനുശോചനം അറിയിക്കുന്നു. 1 മിനിറ്റ് നേരം നമ്മൾ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഹൃദയത്തിൽ തട്ടിയ ദുഃഖം പങ്കിടുന്നു. ശാന്തി. ആദര സമ്മേളനത്തിൽ സ്വാഗത ഭാഷണത്തിനായി ജനറൽ കൺവീനറും കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുമായ ശ്രീ PK വിജയൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മയ്യിലിൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ I ഭവദാസൻ നമ്പൂതിരി ആയുർവേദ ചികിത്സാ രംഗത്ത് 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ 84ാം ജന്മവാർഷികം കൂടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. മയ്യിലെ പൗരാവലി ആഘോഷ പരിപാടി നടത്തുന്നതിന് വേണ്ടി വിപുലമായ ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി മയ്യിലും ചുറ്റുവട്ടത്തും അതുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികളാണ് നടന്നു വരുന്നത്. കഴിഞ്ഞ 20-ാം തീയതി ആരംഭിച്ച് ഇന്ന് പൂർത്തിയാവുന്ന രീതിയിലാണ് എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായ പരിപാടികൾ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. മയ്യിൽ ഇടൂഴി കുടുംബം മയ്യിലിൻ്റെ സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ മേഖലയിൽ, ഈ മേഖലയിലെല്ലാം നിറഞ്ഞ് പ്രവർത്തിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യമുണ്ട്. അത് ഡോക്ടർ I ഭവദാസൻ നമ്പൂതിരിക്ക് മുമ്പേ തന്നെ അത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുള്ള മയ്യിലെ ജനങ്ങൾക്കെല്ലാം, മയ്യിൽ മാത്രമല്ല മയ്യിലും ചുറ്റുവട്ടത്തുമെല്ലാം ജനങ്ങൾക്ക് ഏറെ സ്വീകാര്യമായിട്ടുള്ള ഒട്ടേറെ പരിപാടികൾ, പ്രവർത്തനങ്ങളിൽ അവർ ഇടപെട്ടിട്ടുള്ളവരാണ്. താരാശങ്കർ ബാനർജിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബംഗാളി നോവൽ, അത് വായിച്ചിട്ടുള്ളവർ പലരും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ആരോഗ്യ നികേതൻ എന്നുള്ള ആ നോവൽ വായിച്ചിട്ടുള്ളവർ പലരുമുണ്ട്. അതിൽ ജീവൻ മശായി ഒരു ആയുർവേദ ഡോക്ടറെക്കുറിച്ച് അതിലെ കേന്ദ്രമായിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ ആയുർവേദ ഡോക്ടറുടെ പ്രത്യേകത എന്നുള്ളത് നാഡീസ്പന്ദനം തൊട്ടറിഞ്ഞ് രോഗനിർണയം നടത്തുന്നതിലുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. നമ്മുടെ ഡോക്ടർ I ഭവദാസൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ പൂർവികരായിട്ടുള്ളവർക്കൊക്കെ
നേടിയിട്ടുള്ള ഒരു നേട്ടം കൂടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മയ്യിലും ചുറ്റുവട്ടത്തും അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര രംഗത്ത് അവരുടെ ആ പ്രവർത്തനങ്ങൾ ഏറ്റവും മികവുള്ളതാണ്. അത് മയ്യിലെ പൗരാവലി ആദരവോടെയാണ് കാണുന്നത്. അതുകൊണ്ട് കൂടിയാണ് മയ്യിലെ പൗരാവലി ഇത്തരം ഒരു വിപുലമായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. വലിയ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ എന്താണ് ഈ ഇടൂഴി കുടുംബത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം, ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അതിലുണ്ട്. 1917 സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചെറായിലെ പന്തിഭോജനത്തെക്കുറിച്ച് നമുക്കറിയാം. സമാനമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം 1954 മയ്യിൽ ഇടൂഴി ഇല്ലത്ത് വെച്ച് നടന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മനുഷ്യനെ എല്ലാവരെയും തുല്യരായി കാണുക, വിശാലമായ മാനവികതാ ബോധം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് നമ്മൾ ഈ കാര്യം കൂടി ഓർമ്മിക്കുന്നത് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യമാണ്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ലോക സൗഹൃദ ദിനം. ഐക്യരാഷ്ട്രസഭ തന്നെ അംഗീകരിച്ചിട്ടുള്ള ലോക സൗഹൃദ ദിനം എന്നുള്ളത് അതിൻ്റെ പ്രത്യേകതയായി പറയുന്നത് വംശം, നിറം, മതം എന്നിവ പരിഗണിക്കാതെ എല്ലാ മനുഷ്യർക്കിടയിലും സൗഹൃദമുണ്ടാക്കുക, അതിന് പ്രോത്സാഹിപ്പിക്കാനുള്ള ദിനം. അതാണ് ലോക സൗഹൃദ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്കറിയാം. ഇവിടെ ഇടൂഴി കുടുംബവും വൈദ്യരും ചെയ്തിട്ടുള്ളതും സമാനമായിട്ടുള്ള കാര്യമാണ്. അതൊരു കോയിൻസിഡൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്, ഇന്നത്തെ ദിവസം അങ്ങനെ ആയി എന്നുള്ളത്. ഇപ്പം മനുഷ്യരെ എല്ലാവരെയും ഒന്നിപ്പിക്കുക, അവരെ സഹായിക്കുക, സഹജീവി സ്നേഹം കാണിക്കുക, അത് ചികിത്സാ രംഗത്തും അവരെ സഹായിക്കുന്ന കാര്യത്തിലും. അവരുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ 1950 മാത്രമല്ല, അതിനു മുമ്പേ തന്നെ ഇടൂഴി ഇല്ലത്തേക്ക് ചികിത്സക്കായി വരുന്ന രോഗികൾക്ക് അവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് തിരിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ കടത്ത് പിന്നെ തോണിയിലാണല്ലോ അന്നത്തെ, അതിലെ ബോട്ടിനാണല്ലോ, അതിനുള്ള കൂലി കൂടി കൊടുക്കുന്നു. ഇങ്ങനെയാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് പാവപ്പെട്ടവരെ, കഷ്ടപ്പെടുന്നവരെ, എല്ലാ വിഭാഗത്തെയും കൂട്ടി യോജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു ഇവരുടെ കാലത്തുള്ളത്. അത് വൈദ്യരുടെ കാലത്ത് അത് നന്നായി കൊണ്ടുപോകുന്നു. അടുത്ത തലമുറയായിട്ടുള്ള ഉമേഷും അതുപോലെ ഉണ്ണികൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ അത് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോഴും നടപ്പാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 കാര്യങ്ങൾ കൂടി പരാമർശിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഒന്ന്, മയ്യിലിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഈ കുടുംബത്തിൻ്റെ കൃത്യമായ റോൾ. 1954 അന്ന് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് വന്നപ്പോൾ ഇവിടുത്തെ ഇടൂഴി ഇല്ലത്തിൻ്റെ അധീനതയിലുള്ള സ്കൂൾ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന് വിട്ടുകൊടുക്കലും, ഇന്ന് കാണുന്ന മയ്യിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അത് ഇടൂഴി മാധവൻ നമ്പൂരിയുടെ പേരിലുള്ള സ്കൂളാണെന്ന് നമുക്കറിയാം. അതിനു വേണ്ടുന്ന സ്ഥലം ഇന്ന് കാണുന്ന മയ്യിൽ ടൗണിലെ 8.5 ഏക്കർ സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്തു. മയ്യിലിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ പ്രധാനപ്പെട്ട റോളാണ്. ഇന്ന് മയ്യിൽ വിദ്യാഭ്യാസ രംഗത്ത് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു കേന്ദ്രമായി മാറുന്നതിൽ ഇതും പ്രധാനപ്പെട്ട റോളുണ്ട്. മയ്യിലെ ആരോഗ്യ മേഖല, അലോപ്പതി മേഖലയിൽ അവിടുത്തെ ആശുപത്രി ഉണ്ടാക്കുന്നതിനുള്ള സ്ഥലം വിട്ടുകൊടുത്തു. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ജനപക്ഷത്ത് നിന്നുകൊണ്ട് മനുഷ്യരെ എല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഇന്നും അവർ നടത്തുന്നത്. ഇടൂഴി വൈദ്യർ അതിൻ്റെ ഏറ്റവും മികവിലേക്ക് ഉയർത്തി അവരുടെ പിൻതലമുറയും അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എൻ്റെ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഈ വളരെ പ്രധാനപ്പെട്ട ഈ ചടങ്ങ്, 2 ആഴ്ചക്കാലം നീണ്ടു നിന്നിട്ടുള്ള ഈ ചടങ്ങ് ഇന്ന് സമാപനത്തിലേക്ക് എത്തുകയാണ്. ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂരിൻ്റെ അഭിമാനമായിട്ടുള്ള ശ്രീ ടി പത്മനാഭനാണ്. ഔപചാരികമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ടി പപ്പാട്ടിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഡോക്ടർ KH സുബ്രഹ്മണ്യൻ. KH മാഷയും നമുക്കറിയാം, കാലടി സംസ്കൃത സർവകലാശാലയിലെ റിട്ടയർഡ് പ്രൊഫസറായിട്ടുള്ള അദ്ദേഹം നിരവധി മേഖലകളിൽ വിദ്യാഭ്യാസ രംഗത്ത് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നും വിദ്യാഭ്യാസ രംഗത്ത് നിരവധി ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട്. സ്വാഗത സംഘത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം, ഈ 2 ആഴ്ചക്കാലം ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത്, ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത് ഡോക്ടർ KH ആണ്. KH മാഷയെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വിശിഷ്ടാതിഥികളായിട്ടുള്ളത് 3 പേരുണ്ട്. അതിലൊന്ന് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല, മലയാളികൾക്കാകെ സുപരിചിതനായിട്ടുള്ളതാണ്. മലയാള ചലച്ചിത്ര ഗാന മേഖലയിൽ നിരവധി ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന നിരവധി വരികൾ എഴുതിയിട്ടുള്ള പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അദ്ദേഹത്തെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി KK മാരാർ മാഷാണ്. മയിക്കാർക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ലെന്ന് തോന്നുന്നു. കാരണം മാരാർ മാഷക്ക് മയിലുമായി ഒരു ബന്ധമുണ്ട്. വൈദ്യരുടെ നാട്ടിൽ അന്ന് വൈദ്യരൊക്കെ പഠിച്ചത് വലിയ മാടാവ്, അവിടെ തലശ്ശേരിയിൽ. മാരാർ മാഷ് ഇപ്പോഴും തലശ്ശേരിയാണ്. മാരാർ മാഷ് നിരന്തരമായി മയിലേക്ക് വരുന്നതാണ്. എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ KK മാരാർ മാഷയെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മുടെ സൊവനീറിൻ്റെ ഈ വൈദ്യപൂർണിമ ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഒരു സുവനീർ തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ കവർ പ്രകാശനം നടത്തുന്നത് കേണൽ പരംവീർ സിംഗ് നാഗ്ര, DSC കമാൻഡന്റ്. ഹാർട്ടി വെൽക്കം സർ. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തുന്നത് മയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ പ്രസിഡന്റ് ശ്രീമതി MV അജിതയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NV ശ്രീജിനി അവരെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ വിഷ്ണു നമ്പൂതിരി, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സനൽകുമാർ കുറിഞ്ഞിക്കാട്ടിൽ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ, അതിൻ്റെ ചുമതലക്കാരായിട്ടുള്ള അവരെല്ലാം എത്തിയിട്ടുണ്ട്. അവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഗത സംഘത്തിൻ്റെ രക്ഷാധികാരികൾ KC ഹരികൃഷ്ണൻ മാഷ്, രാധാകൃഷ്ണൻ മാണിക്കൊത്ത്, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, നമ്മുടെ സബ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികൾ, ഇവരെല്ലാവരും ഉണ്ട്. സർവോപരി ഈ സംഘാടക സമിതിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മയിലും ചുറ്റുവട്ടത്തും മാത്രമല്ല കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നുകൂടി ഇവിടെ എത്തിക്കൊണ്ട് വൈദ്യരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ള എല്ലാവരെയും സംഘാടക സമിതിക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ഡോക്ടർ KH മാഷയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 1000 സ്നേഹം രേഖപ്പെടുത്തട്ടെ. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി സംഘാടക സമിതിയുടെ ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ അവരുകളെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വന്ദേ ഗുരുപരമ്പര. വേദിയിലും സദസ്സിലുമിരിക്കുന്ന സമാദരണീയരായ വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ പരിപാടിയോട് സഹകരിക്കുന്ന സന്മനസ്സോടുകൂടി ഇവരെ എല്ലാവർക്കും സ്വാഗത സംഘത്തിൻ്റെ പേരിൽ വിനീതമായ നമസ്കാരം അർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സർവോത്കൃഷ്ട സൃഷ്ടിയാണ് നരൻ, മനുഷ്യൻ എന്നാണ് പറയുന്നത്. അതിനൊരു വിശേഷണം കൂടിയുണ്ട്, ശുചിയായ നരൻ. ഈ ശുചിത്വം സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത് ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ ശുചിത്വമാണ്. ആയുർവേദം ഈ ശുചിത്വത്തെയാണ് അതിൻ്റെ വേദാന്തമായിട്ട്, തത്വശാസ്ത്രമായിട്ട് മുറുകെ പിടിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ വിജ്ഞാന പാരമ്പര്യത്തിൽ
ആയുർവേദത്തിന് അഭ്യർഹിതമായ ഒരു സ്ഥാനമുണ്ട് എന്ന് നമുക്കറിയാം. ആയുസ്സിൻ്റെ വേദമാണ് അത്. ആ വേദം 1000 ആണ്ടുകൾക്ക് മുൻപ് നമ്മുടെ രാജ്യത്ത് എത്രമാത്രം സഹനങ്ങൾ അനുഭവിച്ചാണ് രൂപപ്പെട്ടു വന്നത് എന്നത് ഭാരതീയ ആയുർവേദത്തെക്കുറിച്ച് പഠിച്ചവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് സാഹസികമായ പഠന മനന ഗവേഷണം കൂടിയിട്ടാണ് ഇത് രൂപപ്പെട്ടത്. ആ ആയുർവേദത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരഭാഗത്തും 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ ആദ്യപാദത്തിലും ദീപസ്തംഭമായിട്ട് നിൽക്കുന്ന ഇടൂഴി വൈദ്യർ എന്ന പേരിൽ നമുക്കിടയിലൊക്കെ സുപരിചിതനായ, ഭവദാസനാണ് പേര് എന്നുകൂടി അറിയാത്ത ഇടൂഴി വൈദ്യർ എന്ന പേര് മാത്രം അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ശതപൂർണിമയാണ് നമുക്കിവിടെ ആഘോഷിക്കുന്നത്. അതിൻ്റെ സമാപന സമ്മേളനമാണ്. സ്വാഗത പ്രസംഗത്തിൽ വ്യക്തമായിട്ട് സർവ്വകാര്യങ്ങളും പരാമർശിക്കുകയുണ്ടായി. കേവലം ഒരു 45 ദിവസം കൊണ്ടാണ് ഈ പരിപാടിയുടെ ആസൂത്രണങ്ങൾ നടപ്പിലാക്കി ഞങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ സമാപനമാണ് ഇന്ന്. ഭവത്തിൻ്റെ ലോകത്തിൻ്റെ ജനങ്ങളുടെ ദാസനായി ഒരു ആയുർവേദത്തിൻ്റെ കുലപതി എങ്ങനെ നമ്മോടൊപ്പം നടന്നു നീങ്ങുന്നു എന്ന് നാമൊക്കെ തൊട്ട് അറിഞ്ഞവരാണ്, അനുഭവിച്ച് അറിഞ്ഞവരാണ്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നാം ഓരോരുത്തരും വളരെ തുറന്ന മനസ്സോടു കൂടിയിട്ട് സമർപ്പിക്കുന്നു. ഇവിടുത്തെ ഈ പരിപാടികൾ ഇന്ന് അവസാനിച്ചാലും അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സ്മരണികാ പ്രകാശനവും ഇവിടെ ഇന്ന് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഇദം ഹോം കെയർ എന്ന അത്യാവശ്യമായിരിക്കുന്ന ഒരു വീട്ടിലെത്തി പരിചരിക്കുന്ന ആ ഒരു പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ അന്നജം, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിഷമിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി ഇന്നിവിടെ നടപ്പാക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. ഇടൂഴി വൈദ്യർ നമ്മുടെ അമരത്ത് കുലപതിയായിട്ടുണ്ട് എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ മനക്കരുത്ത്. തീർച്ചയായിട്ടും ഈ പദ്ധതികൾ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാൻ സാധിക്കും എന്ന ഉത്തമ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ പരിപാടി വളരെ ശ്രദ്ധാപൂർവം നടക്കും എന്ന് കഴിഞ്ഞ 2-3 ദിവസത്തെ അനുഭവങ്ങൾ, വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തിയിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് കരുത്തേകുന്നുണ്ട്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരോടും സ്വാഗത സംഘത്തിൻ്റെ വിനീതമായ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കേവർക്കും ഒന്നിച്ച് ഈ ജീവേമ ശരദശതം, ഇപ്പോൾ മിഷായിയെക്കുറിച്ച് പറഞ്ഞു ആരോഗ്യനികേതനിൽ, അങ്ങനെ ഈ അപൂർവ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ രത്നമായിരിക്കുന്ന ഇടൂഴി വൈദ്യർക്കും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും ഒക്കെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് നമുക്ക് കൂട്ടായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ പിൻതലമുറക്കാരായി ദീപം കൈയേന്തി നടക്കുന്ന ഉണ്ണികൃഷ്ണൻ ഡോക്ടർ, ഉമേഷ് ഡോക്ടർ, അവരുടെ മറ്റ് സഹപ്രവർത്തകരായ ഡോക്ടർമാർ, ഇവർക്കെല്ലാവർക്കും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടുന്നതായ ഒരു ഊർജ്ജം ഇന്നത്തെ പരിപാടിയിൽ കൂടെ ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ KH സുബ്രഹ്മണ്യൻ. ഇടൂഴി വൈദ്യർ ഡോക്ടർ I ഭവദാസൻ നമ്പൂതിരിക്ക് മയ്യിൽ പൗരാവലി നൽകുന്ന ആദര സമർപ്പണ സമ്മേളനത്തിൻ്റെ വൈദ്യപൂർണിമയുടെ ഉദ്ഘാടന കർമ്മമാണിനി. മലയാള കഥയുടെ പെരുന്തച്ചൻ ശ്രീ T പത്മനാഭൻ എഴുതുന്ന വരികളിൽ അത്രയും സാരല്യവും സൗന്ദര്യവും സംഗീതവും സ്വയം പ്രകടമാവുന്ന നവഭാവുകത്വം, പ്രകാശം പരത്തുന്ന ആ മഹാപ്രതിഭയെ നമുക്ക് കൂപ്പുകൈകളോടെ സ്വാഗതം ചെയ്യാം. ഉദ്ഘാടന കർമ്മത്തിലേക്ക്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിടാവിളക്കിൽ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ പ്രിയ കഥാകൃത്ത് ശ്രീ T പത്മനാഭൻ അവർ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഒപ്പം മുഴുവൻ
വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ആദര സമ്മേളനത്തിൽ തിരിതെളിയിക്കുവാൻ ഏറെ സ്നേഹത്തോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വൈദ്യസഭയിൽ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആയുർവേദ ആചാര്യൻ ഇടൂഴി വൈദ്യർ ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിയുടെ ശതാഭിഷേകവും ആദര സമ്മേളനവും. ഇത് എൻ്റേതല്ല, എനിക്ക് മാത്രമുള്ളതല്ല. ഇദം ന മമ. ഈ ഭൂമിയും ഇവിടത്തെ സർവവും ഏറ്റവും നിസ്വനായ ഒരാൾക്ക് പോലും സമാവകാശമുള്ളതാണ് എന്ന തിരിച്ചറിവ് ഒരാളെ വിശ്വമാനവനാക്കുന്നു. ജീവിതത്തിൻ്റെ അദ്വൈതമറിഞ്ഞ ഒരു ചികിത്സകന്റെ സാന്നിധ്യം പോലും, കരുണ നിറഞ്ഞ ഒരു നോട്ടം പോലും നോവുന്നവന് ആശ്വാസമാകുന്നു. അതാണ് ഐ ഭവദാസ നമ്പൂതിരി. ഇതം നമ, ഇതം നമ. മലയാളത്തിന്റെ പ്രിയ കഥാകൃത്ത് ശ്രീ ടി പത്മനാഭൻ അവർകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കെടാവിളക്കിൽ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ മണവും മമതയും ഒരിത്തിരി കൊന്നപ്പൂവും. വൈദ്യ സബരിയിൽ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആയുർവേദ ആചാര്യൻ ഇടൂഴി വൈദ്യർ ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരി അവരുടെ ശതാഭിഷേകവും ആദര സമ്മേളനവും. പ്രിയരെ, ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നതിനായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആദരണീയനായ കഥാകൃത്ത് ശ്രീ ടി പത്മനാഭൻ അവർകളെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രായം
ചെന്ന കുട്ടിയാണ് ഞാൻ. വരുന്ന നവംബറിൽ എനിക്ക് 97 ആകും. എന്നെ ഇങ്ങനെ നിലനിർത്തുന്നത് അനേകം വൈദ്യന്മാരാണ്. അതിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് നാം ഇന്ന് ആദരിക്കുന്ന ശ്രീ ഇടൂഴി ഭവദാസൻ നമ്പൂതിരി. ഞാൻ കേരളത്തിലെ പ്രശസ്തരായ എത്രയോ വൈദ്യന്മാരുമായി അടുത്തിടപഴകുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരുവനാണ്. അവരിൽ നിന്നൊക്കെ ആയുർവേദത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളവരുമാണ്. എൻ്റെ അനുഭവവും അവിടെ വരുന്ന മറ്റുള്ളവരുടെ അനുഭവം രണ്ടും പറഞ്ഞാൽ തീരാത്ത എത്രയോ അനുഭവങ്ങളുണ്ട്. അതൊന്നും വിസ്തരിക്കുവാൻ സത്യത്തിൽ ഇവിടെ സ്ഥലമില്ല. ശ്രീ വിജയൻ അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ആരോഗ്യ നികേതനം എന്ന പേരിലുള്ള ഒരു ബംഗാളി നോവലിനെ കുറിച്ച് പറയുകയുണ്ടായി. എൻ്റെ അടുത്ത സുഹൃത്ത് വലയത്തിൽ ഒട്ടേറെ ഡോക്ടർമാരുണ്ട്. അവരിൽ പലരുടെയും മക്കൾ പഠിക്കുന്നതും അലോപ്പതി ആധുനിക വൈദ്യമാണ്. അച്ഛനുമായുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ കോളേജിൽ ആദ്യമായി ചേരുവാൻ പോകുമ്പോൾ അച്ഛനെയും കൂട്ടി എന്നെ കാണാൻ വരാറുണ്ട്. അവർക്കൊക്കെ ഞാൻ ഒരു പുസ്തകമാണ് നന്നായി വരൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കാറ്. അത് താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനമാണ്. എനിക്ക് ഒരു മുരടൻ സ്വഭാവമുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ആയുർവേദത്തിന് ഒരു പുനരുജ്ജീവനം നൽകിയത് കോട്ടക്കൽ വൈദ്യശാലയുടെ സ്ഥാപകനാണ്. മഹാപുരുഷൻ. അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല ആയുർവേദത്തിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടുമില്ല. അദ്ദേഹം ജീവകാലം മുഴുവൻ അറിയപ്പെട്ടത് വൈദ്യനായിട്ടാണ്. പക്ഷേ പിൽക്കാല തലമുറകൾ ഡോക്ടർ എന്ന വിശേഷണത്തിലാണ് അറിയപ്പെടുന്നത്. ആരോഗ്യ നികേതനത്തിലെ ജീവൻ മശായി ഡോക്ടറായിരുന്നില്ല. മഹാനായ ഒരു വൈദ്യൻ വളരെ കുറച്ച് രോമങ്ങളെ എൻ്റെ ശരീരത്തിൽ ഇന്ന് അവശേഷിച്ച് ഉള്ളവ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ.
നമ്മൾ 1947 ആഗസ്റ്റ് 15 വൈദേശികാധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി എന്നൊക്കെ പറയും. പക്ഷേ മാനസികമായി നാം ഇപ്പോഴും അടിമകളാണ് എന്നതൊരു സത്യമാണ്. അതാണ് കാണിക്കുന്നത് ഇത്. ജീവൻ മാഷായി വൈദ്യരായിരുന്നു, ഡോക്ടറായിരുന്നില്ല. ഞാൻ ഈ ഭാഗം കൂടുതൽ പറയുന്നില്ല. ഇടൂഴി ഭവദാഹൻ നമ്പൂതിരിയുമായുള്ള പരിചയത്തെക്കുറിച്ച് എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഈ ഭാഷണം അവസാനിപ്പിക്കാം. ഞാനിവിടെ എത്രയോ കർക്കിടകങ്ങളിൽ സ്ഥിരമായി വന്ന് ചികിത്സ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഗുണം എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. കായികം മാത്രമല്ല, മാനസികം ആയിട്ടുള്ള സുഖം ലഭിച്ചിട്ടുമുണ്ട്. എന്ന് മാത്രമല്ല, എൻ്റെ മരുമക്കൾ ഒരാൾ അമേരിക്കയിലെ ഇന്ത്യൻ ഡോക്ടർമാരുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ അവൻ ജോലിയെല്ലാം മതിയാക്കി സ്വസ്ഥമായി അമേരിക്കയിലെ പ്രസിദ്ധമായ ലാസ് വെഗാസിൽ കഴിയുകയാണ്. അവനും കൊല്ലത്തിൽ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ 2-3 ആഴ്ച ചെലവിട്ടിട്ടാണ് അവനും ഭാര്യയും അമേരിക്കയിലേക്ക് മടങ്ങിപ്പോകുന്നത്. മറ്റൊരു മരുമകളുടെ മകൻ മുതിർന്നപ്പോഴാണ് മനസ്സിലായത് ഇവന് ഓട്ടിസം ഉണ്ട്. അവൾ മകനെയും കൊണ്ട് അമേരിക്കയിലെ പ്രശസ്തമായ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സമീപം ഒക്കെയും പോയി. ഇപ്പോൾ ഏതാനും കൊല്ലങ്ങളായി സ്ഥിരമായി ഇവിടെ വന്ന് 1 മാസത്തോളം ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞ് അമേരിക്കയിലേക്ക് മടങ്ങുകയാണ്. മരുന്ന് തീർന്നാൽ തപാലിൽ സ്ഥിരമായി ഇവിടുന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. 2 മാസം കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ്, ഈ മകന് 28 വയസ്സായി. അവളുടെ സന്തോഷത്തിന് ഇപ്പോൾ അതിരില്ല. കാരണം വളരെ വളരെ ഇംപ്രൂവ്മെന്റ് ഈ മകന് ഉണ്ടായിരിക്കുന്നു. ആഴ്ചയിൽ 2-3 തവണ അവൾ എന്നെ വിളിക്കും. അവൾക്ക് പറയാനുള്ള വിഷയം ഇതാണ്: വേറെയും മരുമക്കൾ ഇവിടെ വന്ന് കിടന്നിട്ടുണ്ട്, ചികിത്സിച്ചിട്ടുണ്ട്. സായിപ്പന്മാരുടെ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്: പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദ ഈറ്റിംഗ്. പായസം നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല, അത് കഴിച്ചു നോക്കണം. ഞാൻ പറഞ്ഞതൊക്കെ അനുഭവങ്ങളാണ്. പൈസ വാങ്ങി പരസ്യം ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നത്. ഏതായാലും കൂടുതൽ പറയുന്നില്ല.
ഇനിയും ദീർഘകാലം ജനസേവനത്തിനായി ആതുര ശുശ്രൂഷക്കായി ഭവദാസൻ നമ്പൂതിരി നമ്മുടെ ഇടയിൽ ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ ശ്രീ ധന്വന്തരി മൂർത്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തു. 1000 സ്നേഹവും സന്തോഷവും രേഖപ്പെടുത്തുന്നു. സന്തോഷം, നന്മ. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സാമ്പത്തിക സമതുലനം ദർശനമായി കണ്ടവർ, നാടിൻ്റെ പുരോഗതി ജന്മദൗത്യമായി ഏറ്റെടുത്തവർ, ഇടൂഴി വൈദ്യർ ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിക്ക് പൗരാവലിയുടെ ആദര സമർപ്പണം. പൊന്നാട അണിയിക്കുന്നതിനായി, ശില്പം കൈമാറുന്നതിനായി ശ്രീ ടി പത്മനാഭനെ ആദരപൂർവം ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായി ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയരെ, വൈദ്യസഭയിൽ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആയുർവേദ ആചാര്യൻ ഇടൂഴി വൈദ്യർ ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിയെ വേദിയിൽ ആദരിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയ കഥാകൃത്ത് ശ്രീ ടി പത്മനാഭൻ അവർകൾ ശില്പി പവിത്രൻ പരിയാരം മെനഞ്ഞെടുത്ത ശില്പം ഇനിയും ഒട്ടനവധി സംഭാവനകൾ വൈദ്യലോകത്തിന് നൽകുവാൻ അങ്ങേക്ക് സാധിക്കട്ടെ. ഈ നാടിൻ്റെ സ്നേഹം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കിടാവിളക്ക് ഇതാ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഇതൊരോർമ്മയാണ്, സ്നേഹമാണ്, സന്തോഷമാണ്, വാത്സല്യമാണ്. നന്ദി ശ്രീ ടി പി പത്മനാഭൻ സാർ. 1000 സ്നേഹവും സന്തോഷവും രേഖപ്പെടുത്തട്ടെ. അടുത്തതായി ജീവചരിത്ര പ്രകാശനമാണ്. പ്രശസ്തി പത്രം സ്വാഗത സംഘത്തിൻ്റെ പ്രശസ്തി പത്രമാണ്. വായിക്കാം. ഓരോ കർമ്മവിഭാഗവും ഭവഭയം ചേർക്കുന്ന നേരം ജനം ഓരോ മാനസജംഗം രുചകകൾ ക്ലേശപ്പെടുന്നെപ്പോഴും ഓരോ രോഗിജനത്തെയും ഭവഭയം തീർത്താർത്ഥ സംരക്ഷണം നേരോടങ്ങനെ ചെയ്തിടുന്ന ഭവദാസൻ മറ്റൊരാകാരഹോ. ഓരോ കർമ്മവിഭാഗവും ഭവഭയം ചേർക്കുന്ന നേരം ജനം ഓരോ മാനസജംഗം രുചകകൾ ക്ലേശപ്പെടുന്നെപ്പോഴും ഓരോ രോഗിജനത്തെയും ഭവഭയം തീർത്താർത്ഥ സംരക്ഷണം നേരോടങ്ങനെ ചെയ്തിടുന്ന ഭവദാസൻ മറ്റൊരാകാരഹോ. ഈ പ്രശസ്തി പത്രം നമ്മുടെ ആരാധ്യനായ കവി, സംഗീതജ്ഞൻ, ഗാനരചയിതാവ് ഒക്കെ ആയി നമ്മുടെ കൂടെ നിറഞ്ഞു നിൽക്കുന്ന പ്രശസ്തനായ കൈതപ്പുറം ആണ്. കൈതപ്പുറത്തിന് ഇത് ഭവദാസൻ നമ്പൂതിരിക്ക് സമർപ്പിക്കാൻ
നമുക്ക് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിക്ക് പ്രശസ്തി പത്രം സമർപ്പിക്കുന്നത് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഒരായിരം സ്നേഹവും സന്തോഷവും രേഖപ്പെടുത്തുന്നു. ബഹുമതി പത്രം സമർപ്പിക്കുന്നതിനായി കെ മാരാർ അവർകളെ സാദരം ക്ഷണിക്കുന്നു. അല്ല, ഒരു ആദരം കൈതപ്രത്തിൻ്റെ വക ഇടൂരി വൈദ്യർക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ അത് സ്വീകരിക്കുന്നു. പ്രിയങ്കരനായ കൈതപ്രത്തിൻ്റെ സ്നേഹാദരം ഇടൂഴി വൈദ്യർക്ക് സമർപ്പിക്കുന്നു. സ്നേഹം സർ, സന്തോഷം. വൈദ്യപൂർണിമ സ്വാഗത സംഘം തയ്യാറാക്കിയ ഒരു ബഹുമതി പത്രമാണ്. 65 വർഷക്കാലമായി ആയുർവേദത്തെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ഇടൂഴി വൈദ്യർ എന്ന പേരിൽ പ്രശസ്തനായ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും കേരള സർക്കാരിൻ്റെയും പുരസ്കാരങ്ങൾക്കർഹനായ അത്യുത്തര കേരളത്തിലെ ആയുർവേദ കുലപതി വൈദ്യർ ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരി അവർക്ക് ശതാഭിഷേകത്തോടനുബന്ധിച്ച് ജന്മനാടിൻ്റെ സ്നേഹാദര സൂചകമായി വൈദ്യരാജശ്രീ എന്ന ബഹുമതി സമർപ്പിക്കുന്നു. വൈദ്യരാജശ്രീ. വൈദ്യപൂർണിമ സ്വാഗത സംഘത്തിൻ്റെ ഈ ബഹുമതി പത്രം അദ്ദേഹത്തിന് സമർപ്പിക്കാൻ നമുക്കൊക്കെ സുപരിചിതനായ പ്രിയങ്കരനായ പ്രശസ്ത കലാകാരനായ കെ മാരാർ മാഷോട് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വൈദ്യരാജശ്രീ. ബഹുമതി പത്രം സമർപ്പിക്കുന്നത് ചിത്രകാരൻ ചരിത്ര ഗവേഷകൻ കെ മാരാർ ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിക്ക്. സ്നേഹം. ആദര സമ്മേളനത്തിൽ അടുത്തത് കെ മാരാർ അദ്ദേഹത്തിൻ്റെ ആദരം വൈദ്യർക്കും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും പൊന്നാട രൂപത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ജീവചരിത്ര പ്രകാശനമാണ് അടുത്തത്. രോഗീ ചികിത്സ എന്ന സാമാന്യ തലത്തിനപ്പുറം ഒരു വൈദ്യ കുടുംബം ഒരു സമൂഹത്തിൻ്റെ, ദേശത്തിൻ്റെ, കാലഘട്ടത്തിൻ്റെ സാംസ്കാരികവും ആശയപരവുമായ വ്രണങ്ങളെയും മനുഷ്യസ്നേഹം എന്ന അമൃത ഔഷധം കൊണ്ട് ഭേദപ്പെടുത്തിയത് എങ്ങനെയെന്ന് വിശദമാക്കുന്ന ഈ ജീവചരിത്ര ഗ്രന്ഥം വൈദ്യകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ ടി പത്മനാഭൻ. കഥകളി ആചാര്യൻ പത്മശ്രീ ഗുരു ചേമഞ്ചേരിയുടെ ജീവിത രസങ്ങൾ, ആയുർവേദ ഗുരു പത്മശ്രീ PR കൃഷ്ണകുമാറിൻ്റെ സമാവർത്തനം, പുരാവസ്തു ഗവേഷകൻ പത്മശ്രീ കെ മുഹമ്മദിൻ്റെ ഞാനെന്ന ഭാരതീയൻ, നൃത്തേതിഹാസം പത്മവിഭൂഷൺ പത്മാ സുബ്രഹ്മണ്യത്തിൻ്റെ ജീവിതകഥ പറയുന്ന പത്മദളം എന്നിവ മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച മാധ്യമപ്രവർത്തകൻ അനീഷ് കുട്ടൻ്റെ തൂലികയിൽ നിന്നും 5ാമത് ജീവചരിത്ര പുസ്തകം ഇടൂഴി വൈദ്യർ ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിയുടെ ഇന്നലെകൾ പ്രതിപാദിക്കുന്ന വൈദ്യകം പ്രകാശിതമാവുകയാണ്. വൈദ്യകം ജീവചരിത്ര പ്രകാശനം ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട കൈതപ്പുറം സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വൈദ്യകം ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. 1000 സ്നേഹം, സന്തോഷം. പാഠം 1 ആയുർവേദം. ആയുഷ്യം ദ്വൈമാസികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ സമാഹാരം കൈമാറുന്നത് കെ മാരാർ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്
കൈമാറുന്നു. പാഠം 1 ആയുർവേദം. പാഠം 1 ആയുർവേദം. ആയുഷ്യം ദ്വൈമാസികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ സമാഹാരം. ചരിത്രമാണ്, ഓർമ്മയാണ്. 1000 സന്തോഷം രേഖപ്പെടുത്തുകയാണ്. മലയാളത്തിന്റെ പ്രിയങ്കരനാണ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ശ്രീ KK മാരാർക്ക് സമർപ്പിക്കുന്നു. ഓരോ കാലഘട്ടത്തിനും പാട്ടുകളുടെ വൈവിധ്യങ്ങൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയങ്കരനായ കൈതപ്പുറം സാർ. മിന്നൽവള എന്ന അതിമനോഹരമായ ഗാനം ഇന്നും നമ്മുടെ കാതിലുണ്ട്. 1000 സന്തോഷം രേഖപ്പെടുത്തട്ടെ. സംസാരിക്കുന്നതിനായി പ്രിയങ്കരനായ കൈതപ്പുറം സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പപ്പേട്ടൻ അടക്കമുള്ള വേദിയുടെ ഏറ്റവും പ്രിയങ്കരായ എല്ലാവർക്കും എൻ്റെ സ്നേഹം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അഭിനന്ദനായിട്ടുള്ള വൈദ്യർ ഭവദാസൻ നമ്പൂതിരി, അദ്ദേഹത്തിന് ശതാഭിഷേകവും ഈ ആയുർവേദത്തിലെ ഷഷ്ടിപൂർത്തിയും കൂടി ഒരുമിച്ച് നടക്കുകയാണ്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വന്നത്. ഇന്നലെ രാത്രി 1 മണിയായി ഇവിടെ എത്തുമ്പോൾ. അങ്ങനെ എന്നാലും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ നടത്തിയത്. എൻ്റെ ഒരു ചെറിയ പാട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ഞാൻ നേരത്തെ എഴുതി പിന്നെ സംഗീതം ചെയ്ത് ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. എൻ്റെ ഉള്ളിലെ കൃഷ്ണനെ പറ്റിയുള്ളൊരു പാട്ടാണ്. എൻ്റെ ഉള്ളിൽ തന്നെയാണ് അദ്ദേഹത്തെ പറ്റിയുള്ള മഹാത്മാക്കളെല്ലാവരും എൻ്റെ ഉള്ളിലുള്ളത്. ഞാൻ അവരെ തൊട്ടുണർത്താൻ വേണ്ടി ഈ പാട്ട് സമർപ്പിക്കുന്നു. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എൻ മനസ്സിൻ ആലീലയിൽ പള്ളി കൊള്ളും കണ്ണനുണ്ണി, എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, പാട്ടുപാടാൻ ഈണമില്ല, പെയ്തു തോരാൻ കണ്ണീരില്ല, മാമഴയായി നീയുണരാൻ മാമയിലായി ഞാനീരിപ്പൂ, എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു. ഒരുപാട് പാടണമെന്നും പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പകുതി തളർന്നു പോയിട്ടുള്ള ഞാൻ പകുതി ഭാഗം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവരെ പോലുള്ള ധന്വന്തരിമാരെ വിചാരിച്ചാൽ ഇനിയെ ഞാൻ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് പാടാൻ പോലും ആവുന്ന കച്ചേരി ഞാനിവിടെ പാടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, ദേവിയുടെ മുമ്പിൽ ഞാൻ കച്ചേരി നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ പാടാൻ പറ്റുന്നില്ല. പക്ഷേ അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം ഞാൻ എഴുതി ജീവിക്കും. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥനയുണ്ട്. എൻ്റെ പാടാനുള്ള എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ചുണ്ടിൻ്റെ ഭാഗത്തുള്ള ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ടാണ്, ആ ചെറിയ പ്രശ്നമാണ് വലിയ പ്രശ്നമായി മാറുന്നത്. അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ആ വരവ് ഇപ്പം ഇങ്ങനൊരു അദ്ദേഹത്തിനെ സമർപ്പിക്കാനുള്ള, എൻ്റെ സ്നേഹം സമർപ്പിക്കാനുള്ളൊരു അവസരമായി മാറി. അദ്ദേഹത്തിൻ്റെ അടുത്ത് കാണാനും പറ്റി. എനിക്കൊരു ദിവസം അദ്ദേഹത്തിന് ഈ ചികിത്സ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി തന്നെ ഞാൻ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി ഞാൻ അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കൂടുതൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. വേണം, പാടുന്നുണ്ട്, ശരിയാവുന്നുണ്ട്, അറിയില്ല. ഞാൻ എൻ്റെ കവിതയുടെ ഒരു കഷ്ണം കൂടി ആവാം എന്ന് പറയുന്നുണ്ട്. അത് നമ്പൂതിരിയെ കുറിച്ചുള്ള കവിതയാണ്. തലമുറയുടെ പണ്ടെങ്ങാണ്ടൊരു തലമുറയുടെ കർമ്മഫലങ്ങളെയാകെ കൊച്ചു തലച്ചുമടാക്കിയ കുഞ്ഞുണ്ണിക്ക് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് ഇല്ലത്തൊരു നേരം കഷ്ടിശാന്തി. എൻ്റെ ജീവിതമാണ്. തലമുറയുടെ പണ്ടെങ്ങാണ്ടൊരു തലമുറയുടെ കർമ്മഫലങ്ങളെയാകെ കൊച്ചു തലച്ചുമടാക്കിയ കുഞ്ഞുണ്ണിക്ക് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് ഒരു അല്പം ശാന്തി. അങ്ങനെ ഒരുപാട് ശാന്തികൾ ചേർന്നിട്ടാണ് ഈ ഒരു ശാന്തിക്കാരനുണ്ടായത്. ആ സമർപ്പണം മാഷ്ക്ക് വേണ്ടി ഞാൻ ഈ 2 വാക്കോട് നിർത്തുന്നു. നമസ്കാരം. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് 1000 സ്നേഹം, സന്തോഷം. സാർ, ഇനിയും അങ്ങയുടെ പാട്ടുകൾക്കായി ഞങ്ങൾ കാതോർക്കുകയാണ്. സ്നേഹം, സന്തോഷം, നന്മ. താങ്ക് യു പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അടുത്തതായി പ്രശസ്ത ചിത്രകാരനും മാതൃഭൂമി ചീഫ് ആർട്ടിസ്റ്റുമായിരുന്ന മദനൻ വരച്ച ശ്രീ ഐ ഭവദാസൻ നമ്പൂതിരിയുടെ ഛായാചിത്രം നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായ ശ്രീ കെ മാരാർ സമർപ്പിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാതൃഭൂമിയുടെ ചീഫ് ആർട്ടിസ്റ്റായ മദനൻ വരച്ച ശ്രീ ഭവദാസൻ നമ്പൂതിരിയുടെ ഛായാചിത്രം. ഈ കിടാവിളക്കിന് മറ്റൊരു ചരിത്ര മുഹൂർത്തം കൂടി. ധന്യമാണ്, സ്നേഹമാണ്, വാത്സല്യമാണ്, സന്തോഷം, നന്മ. വേദിയിൽ അടുത്തതായി സുവനീർ കവർ പ്രകാശനമാണ്. സുവനീർ കവർ പ്രകാശനം ചെയ്യുന്നത് പ്രിയങ്കരനായ കേണൽ പരംവീർ സിംഗ് നാഗ്ര അവർകളാണ്. With a great sense of pride and precision, let me introduce Commandant Paramveer Nagara of the Defense Security Corps Kannur. In a small span of time, he has earned a good name as a savior and crusader of people in alarming situations. Sir, it is indeed our pleasure and privilege to host you here when we celebrate our patron's Vaidya Purnima or Chadabhishekam. Please bless us. We humbly call upon you, sir. DSC കമാൻഡർ കേണൽ പരംവീർ സിംഗ് നാഗ്രയെ സംസാരിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. Jai Hind and Sneham Namaskaram. A very warm welcome to all the guests who are here, and also to lot of respect and honor to the chief guest as well as Dr. I. Bhavadasan. So I can speak in Malayalam little bit, that I will do it later. However, it is really an honor to be standing here, and I feel that
the way Indian armed forces or the army, it joins the country, the same way the doctors oblique the Ayurveda also does the same in uniting the country. Why I say so? Because I see here all stages of people. There are young children over here. There are different types of people who are here. Let me take my example. I am from Jammu and Kashmir, but today I am participating in this function which is held at Kerala and addressing you all people. So I'll make a small endeavor in honor of Dr. I. Bhavadasan in Malayalam. So just hear me out and bear me out. Vede Purnima Chadanginu Eti Chirna Vediyalum Sadathilum Arikunna Maruvan Vashishta Vyaktigaltkum Ande Sneha Namaskaram. Aru Paditandu Kalatolam Keral Tile Arogya Rangatu Ayurveda Tilude Neerevadi Sambhava Nagal Nalagi Adura Sarvanam Nadatiya Etui Vedya Dr. Bhavadasan Nambudriude Sada Bishegatil Pangakuwa Sadhi Chadil Neyan Adhiyaya Santosham Arikunnu Vede Purnima Chadangi Leku Inne Atithi Ai Sanicha Dr. Bhavadasan Nambudri Kum Etui Pravarta Karkum Ende Nanni Oracle Kudi Arikunnu Ayurveda Mega Laiku Inniyum Nirevadi Sambhava Nagal Nalga Jagdishwaram Adhishe Hatinu Dhirga Ayu Nalgate Ennu Prarthana Kunnu Ellavarkum Ende Nanni Namaskaram. Thank you, DSC Corps Commandant Paramveer Nagra. Thank you so much. വൈദ്യ പൂർണിമയുടെ ഒരു സ്നേഹോപകാരം കേണൽ പരംവീർ സിംഗ് നാഗരിക. I have some commitment, so please pardon me. I will be moving out shortly. Thank you so much. Jai Hind. താങ്ക് യു സർ. വൈദ്യ പൂർണിമയുടെ ഒരു സ്നേഹോപകാരം കേണൽ പരംവീർ സിംഗ് നാഗരിക സംഘാടക സമിതിയുടെ ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ അവർ നൽകുന്നു. ആദരമേറ്റുവാങ്ങുന്നതിനായി കേണൽ പരംവീർ സിംഗ് നാഗരിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കേണൽ പരംവീർ സിംഗ് നാഗരിയെ പൊന്നാടി അണിച്ച് ആദരിക്കുന്നു. പ്രിയങ്കരനായ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ അവർ. വൈദ്യ പൂർണിമയ്ക്ക് ആശംസകളുമായി കൗസ്തുഭ ഉപാധ്യായ ആയുഷ് അഡ്വൈസർ.
അദ്ദേഹത്തിൻ്റെ വീഡിയോ He was a pioneer in ophthalmology in Ayurveda and has implemented most of the therapies in Ayurveda which are told in the eye therapies, and he has made it popular in the care. Further, he has a UCM Foundation where he has worked a lot for public health and has developed modern projects in school health, training, palliative care, infertility, wellness eradication, etc. And he is one of the pioneers in establishing an Ayurvedic center at Indian Naval Academy. Izimala demonstrated a Ayurvedic potential in defense healthcare, and it was the first of this type of experience of Ayurveda, introducing Ayurveda in the naval defense forces. And his mission goes beyond medicine. He has empowered communities in treatment camps, and he has initiated public health initiative and encouraged this community to involve in Diksha Ayurveda project, and he is also having herbal farmer initiative like Kutumbashri, etc. And he has been awarded National Dharmatri Award, Ayurveda Guru in the field of from the National Ayurveda Vidyapith and Ministry of Ayush, and FRDV Fellowship, Bhagavata Award by Kerala Government, and many other central and state government felicitations. I am truly glad that the auspicious occasion of Yathakshekam, 84th birthday celebration, E2C Vaidya Bhavadasa Sampurti, is bringing out, we are bringing out its ceremonies to honor his lifetime of excellence and success services in the field of Ayurveda. I humbly pray, offer my prayers to Almighty God for his good health and well-being, and I seek his blessings for benefit of all of Ayurveda doctors to work hard, propagate Ayurveda and give benefits of Ayurveda to the humanity. Thank you. 1000 സ്നേഹം സർ. ആയുഷ് അഡ്വൈസർ കൗസ്തവ് ഉപാധ്യയുടെ വാക്കുകളാണ് നാം കേട്ടത്. വൈദ്യപൂർണിമയ്ക്ക് ആശംസകൾ അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥികളിൽ ഒരാളായ KK മാരാർ. 50 വർഷത്തിലേറെയായി വര കൊണ്ടും വാക്കുകൊണ്ടും ചിന്ത കൊണ്ടുമൊക്കെ നമ്മുടെ സർഗാത്മക മണ്ഡലങ്ങളെ പുഷ്കലമാക്കിക്കൊണ്ടിരിക്കുന്ന സിദ്ധി വൈഭവം. ഇടപെടുന്ന മണ്ഡലങ്ങളിലൊക്കെ വേരാഴം ചെന്നറിഞ്ഞ് ആകാശമാനം വളർന്ന് പൂർണ്ണതയെ ചെന്നു തൊടുന്ന പ്രതിഭാവിലാസം ശ്രീ KK മാരാർ. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീ KK മാരാർ അവരുടെ വേദിയിലേക്ക്. ഈ ആഘോഷവേദിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ആദരണീയനായ ശ്രീ KH നമ്പൂതിരി അവർകൾ, ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ പപ്പേട്ടൻ, അതുപോലെ നമ്മളൊക്കെ ഇന്നിവിടെ കൂടിച്ചേരാൻ കാരണക്കാരനായ ഡോക്ടർ ഭവദാസൻ നമ്പൂതിരി അവർകൾ, അദ്ദേഹത്തിൻ്റെ പത്നി, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഡോക്ടർ ഭവദാസൻ നമ്പൂതിരി എനിക്ക് ജ്യേഷ്ഠ സഹോദരനാണ് ഒരർത്ഥത്തിൽ. കാരണം ഞാൻ ഇടൂഴി എന്നുള്ള പേര് കേൾക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ്. ഞാൻ താമസിക്കുന്നത് തലശ്ശേരിയിലാണ്, തിരുവങ്ങാടാണ്. ഇപ്പം തിരുവങ്ങാട് ഇടൂഴി വൈദ്യശാലയ്ക്ക് ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ബ്രാഞ്ച് എന്നല്ല, ശരിക്കും ഒരു കാലഘട്ടത്തിൽ വൈദ്യശാലയുടെ ഒരു പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു അത്. മയ്യിൽ നിന്ന് തലശ്ശേരി നഗരത്തിലെത്തി അവിടെ വൈദ്യശാല സ്ഥാപിച്ചു. എൻ്റെ അമ്മ മയ്യിൽ നിന്ന് തലശ്ശേരിയിലെത്തിയ ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയും ബഹുമാന്യനായ വൈദ്യരുടെ അമ്മയും ഏറെ സുഹൃത്തുക്കളായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരു ജ്യേഷ്ഠത്തി സ്ഥാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ നൽകിയത്.
ആ കാലഘട്ടത്തിൽ കേട്ടുപരിചയമുള്ള പേരിൽ നിന്നാണ് പിന്നീട് ശ്രീ ഭവദാസ് നമ്പൂതിരിയായിട്ട് ബന്ധപ്പെടുന്നതും പരിചയപ്പെടുന്നതും ആ സ്നേഹബന്ധം മുഴുവൻ അദ്ദേഹം ഉറപ്പിക്കുന്നതും അദ്ദേഹവും ഞാനും. ഈ സഹസ്രപൂർണിമ, അദ്ദേഹത്തിൻ്റെ സഹസ്രപൂർണിമ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പേര് കേട്ട കാലത്ത് എനിക്ക് തോന്നി, എന്താ ഇടൂഴി എന്ന് പറയുന്ന പേര് എവിടെ നിന്ന് വന്നു എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചു. പക്ഷേ ഇടൂഴിക്കൊരർത്ഥമുണ്ട്. ഇടൂഴി എന്ന് പറയുന്നത് അത് ഇട്ടൂഴി എന്നും ഇടൂഴി എന്നും പറയുന്ന ഒരു വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം അവനവൻ്റെ കയ്യിൽ അധികമുള്ള ഭൂമി കൊടുക്കുക എന്നാണ്. അൺറിസേർവ്ഡ് ലാൻഡ് എന്നാണ് പറയുന്നത്. അത് കൈമാറുക. സത്യത്തിൽ